السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് റബ്ബിന്റെ ദീനുമായി ബന്ധപ്പെട്ട് മനസ്സിന് സമാധാനം ലഭിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനുമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും ഹിമായുടെ ഒരു ഫ്രീ സെഷനായി ദർസ് എന്ന പേരിൽ നമ്മൾ ഈ ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ മറ്റ് ഫോണിലും മറ്റു ഭൗതിക കാര്യങ്ങളിലും ഒക്കെ എൻഗേജ് ആകുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ പ്രീതിക്കും തൃപ്തിക്കും വേണ്ടി അൽഹംദുലില്ലാ ഈ ഒരു സെഷനിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിന്റെ തൃപ്തിയും കിട്ടാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്നും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, പഠിക്കാൻ പോകുന്നത് മഴ നൽകുന്ന ചില തിരിച്ചറിവുകളെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട 5 തിരിച്ചറിവുകൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്, എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്തകൾ ദീനിയായ ചിന്തകളാകണം, അല്ലെങ്കിൽ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയാകണം, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന ചിന്തയാകണം. അതുകൊണ്ടാണ് ഇസ്ലാം ചിന്തയെ നന്നായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ചിന്തിക്കുക എന്നുള്ളത് ഏതൊരു സംഭവം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും, പ്രകൃതിയിൽ നിന്ന് നമ്മൾ എന്ത് കാണുമ്പോഴും അതിനൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അള്ളാഹു ഇവിടെ ഒരുക്കി വെച്ച സംവിധാനങ്ങളെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളെ കുറിച്ച് ഒക്കെ നമ്മൾ എത്രത്തോളം ചിന്ത കൊടുക്കുന്നോ അത്രത്തോളം നമ്മൾ ദീനിലേക്ക്, അള്ളാഹുവിലേക്ക് അടുക്കുന്ന നല്ല സാഹചര്യം ഉണ്ടാകും. പക്ഷെ പലപ്പോഴും സങ്കടമെന്ന് പറയട്ടെ, നമ്മുടെ ചിന്തകൾ അനാവശ്യ ചിന്തകളായി മാറുന്നു. ഭൗതികമായ പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ വന്നിട്ടില്ലാത്ത ചില പ്രതിസന്ധികൾ വന്നുപോകുമോ എന്ന് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുന്നു. ഞാൻ മരിച്ചാൽ എൻ്റെ മക്കളുടെ കാര്യം ആരാണ് നോക്കുക? ഇങ്ങനെ പോയ എൻ്റെ ഭാവി എന്താകും? എൻ്റെ മകളുടെ വിവാഹം നടന്നിട്ടില്ല, എൻ്റെ മകന് വിവാഹം ശരിയായിട്ടില്ല, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് തുടങ്ങി ഭൗതികമായ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും പരലോകത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ആലോചിച്ച പോലെ ആലോചിക്കുകയും ചിന്തിച്ച പോലെ ചിന്തിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറവായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഇത്തരം ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മുടെ കേരളത്തിൽ മഴ സജീവമായി കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ അനുഗ്രഹം പെയ്തിറങ്ങുന്ന
ഒരു കാലത്താണ്, ഒരു സീസണിലാണ് നമ്മൾ ഉള്ളത്. ആ അനുഗ്രഹത്തെ അനുഗ്രഹമായി കാണാനും അതിനെ ഒരിക്കലും ശപിക്കാതെ അതിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഴ നമുക്ക് നൽകുന്ന 5 പാഠങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ റെഡി ആണെങ്കിൽ ജസ്റ്റ് ആർന്ന് ടൈപ്പ് ചെയ്യാം. ഗുഡ് ഗുഡ്, മാഷാഅല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഒന്നാമത്തത് അള്ളാഹുവിനെ അറിയിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ, അതിന്റെ അത്ഭുതത്തെ, അതെല്ലാം അറിയിക്കുന്നത് റഹ്മാനായ റബ്ബുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലൊക്കെ എവിടെയെങ്കിലും ഒരു സംശയം, റബ്ബുണ്ടോ എന്നുള്ള സംശയം പലപ്പോഴും പിശാച് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിശാച് അതിനു വേണ്ടി പരിശ്രമിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പുതിയ കാലത്ത് ലിബറൽ ചിന്താഗതിയും നിരീശ്വരവാദവും അത്തരം ചിന്താഗതിക്കാരുമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. മുസ്ലിമീങ്ങളെ വരെ ഫോക്കസ് ചെയ്ത് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക്, ദീനില്ലാത്ത അവസ്ഥയിലേക്ക്, റബ്ബിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ മഴയെന്ന അത്ഭുതത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒന്ന് സൂറത്തു നൂറിലെ 43-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അലം തറ അന്നല്ലാഹ യുസ്ദി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജ്അലുഹു റുഖാമ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മേഘത്തെ തെളിച്ചു കൊണ്ടുവരികയാണ്, അതിനെ മറ്റൊരു മേഘവുമായി ഇണക്കുകയാണ്, കൂട്ടിച്ചേർക്കുകയാണ്, എന്നിട്ട് അതിനെ തട്ടുകളാക്കി മാറ്റുകയാണ്. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി. അതിനിടയിൽ നിന്ന് മേഘത്തുള്ളികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിപ്പിക്കുകയാണ്. അതിനെ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകരെ, താങ്കൾക്ക് കാണാം, വയുനസ്സിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദിൻ. ആ മലകളിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളമിറക്കി തരുന്നത് ആലിപ്പഴമായി, അത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും പെയ്തിറങ്ങുന്നത് ഫയുസീബു ബിഹി മയ്യശാ വയസ്രിഫു അമ്മയ്യശാ യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ ബാധിക്കുന്നു, ഉദ്ദേശിക്കാത്ത ആളുകളെ തൊട്ട് അത് തിരിഞ്ഞു പോകുന്നു എന്ന് റഹ്മാനായ റബ്ബ് അതിന്റെ അത്ഭുതത്തെ കുറിച്ച് പറയുകയാണ്. അപ്പൊ എങ്ങനെയാണ് റബ്ബ് അതിനെ ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ മഴയെന്ന അത്ഭുതത്തെ അള്ളാഹു എങ്ങനെ ഒരുക്കി വെച്ചു? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകം നോക്കി നിങ്ങൾ, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വാചകം. ഫയറുഷു സഹാബ അലൽ അർളി റഷ. അല്ലാഹു സുബ്ഹാനഹു തആല സ്പ്രേ ചെയ്യണ പോലെയാണ് മേഘത്തിൽ നിന്ന് താഴേക്ക്, ഭൂമിയിലേക്ക് മഴ ഇറക്കുന്നത്. വയുർസിലുഹു ഖതറാത്തി മുൻഫസില. വേറിട്ട തുള്ളികളായിട്ടാണ്. അഥവാ ഒരിക്കലും നമുക്കൊരു പ്രയാസമില്ലാത്ത രീതിയിലാണ്. ഐസ് കട്ടകളായിട്ടാണ് മഴ വർഷിക്കുന്നതെങ്കിൽ, വലിയ ഐസ് കട്ടകളായിട്ടാണ് എങ്കിൽ നമുക്ക് എത്രത്തോളം പ്രയാസം ഉണ്ടാകും? നമ്മളെ തലയിൽ വന്ന് വീഴുമ്പോ എത്രത്തോളം പ്രയാസം ഉണ്ടാകും? നമ്മൾ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ വരെ സംജാതമാകും. പക്ഷെ അള്ളാഹ് അങ്ങനെയല്ല ചെയ്തത്. വയുർസിലുഹു ഖതറാത്തി മുൻഫസില. വേറിട്ട ചെറിയ തുള്ളികളാക്കിയിട്ട്. ലാ തഖ്തലിതു ഖത്റത്തും മിൻഹാ ബിഉഖറ. ഒരു തുള്ളിയും മറ്റൊരു തുള്ളിയോട് യോജിക്കുന്നില്ല, ചേർന്ന് വരുന്നില്ല, ഒക്കെ വേറെ തുള്ളികളാണ്. വലാ യതഖദ്ദമു മുതഅഖിറുഹാ വലാ യതഅഖറു മുതഖദ്ദിമുഹാ. ഒരു
തുള്ളിയും മറ്റൊരു തുള്ളിയെ മുൻകടക്കുന്നില്ല, ഒരു തുള്ളിയും മറ്റൊരു തുള്ളിയെ പിൻകടക്കുന്നുമില്ല. വലതുദിരികുൽ ഖത്രതു സാഹിബതഹാ ഫതംതസജു ബിഹാ, ഒരു തുള്ളിയും മറ്റൊരു തുള്ളിയോട് ചേർന്ന് അതിലേക്ക് ലയിച്ചു പോകുന്നില്ല. ബൽ തൻസിലു കുല്ലു വാഹിദിൻ ഫി ത്വരീഖിൽ ലദീ റുസിമ ലഹാ, അല്ലാഹു വരച്ച വരയിലൂടെ, അല്ലാഹു നിശ്ചയിച്ച ആ ഒരു റൂട്ടിലൂടെ മാത്രമാണ് ഓരോ തുള്ളികളും സഞ്ചരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ ഒരു മഴയുടെ അത്ഭുതത്തെ കുറിച്ച്, അള്ളാഹ് എവിടെയാണോ ഒരു തുള്ളിക്ക്, ഏതൊരു റൂട്ടിൽ പോകാനാണോ, ഏതൊരു ഭൂമിയിൽ പതിക്കാനാണോ, ഏതൊരു സ്ഥലത്ത് പതിക്കാനാണോ അള്ളാഹ് പറഞ്ഞത്, അവിടെയാണത് പതിക്കുക. ലാ തഅദിലു അൻഹു ഹത്താ തുസീബൽ അർള ഖത്രതൻ ഖത്രതൻ, അതൊരിക്കലും തെറ്റിപ്പോകൂല. തുള്ളി തുള്ളികളായിട്ടാണ് അത് വന്ന് വീഴുന്നത്. ഖദ് ഉയ്യിനതു കുല്ലു ഖത്രതി മിൻഹാ ലിജുസ്ഇൻ മിനൽ അർളി ലാ തതഅദ്ദാഹു ഇലാ ഗൈരി, അള്ളാഹ് നിശ്ചയിച്ച ഭൂമിയുടെ ഏത് ഭാഗമാണോ അവിടെ മാത്രമേ വീഴുള്ളൂ, വേറൊരു ഭാഗത്തേക്കും അത് തെറ്റിപ്പോകൂല. ഫലവിജ്തമഅൽ ഖൽഖു കുല്ലുഹും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു സൃഷ്ടിപ്പിന്റെ ഗാംഭീര്യത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഷേഖ് പറയാണ്, എല്ലാ സൃഷ്ടികളും ഒരൊറ്റ തുള്ളി, ഒരു മഴത്തുള്ളിയെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും അവർക്ക് കഴിയില്ല. ഒരു മഴത്തുള്ളിയെ സൃഷ്ടിക്കാൻ പോലും മനുഷ്യന് കഴിയില്ല. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ എത്ര ദുർബലരാണ്. എന്നിട്ട് ഷേഖ് ഒന്നുകൂടി പറഞ്ഞു, ഔ യുഹ്സു അദദൽ ഖത്രി ഫീ ലഹ്ളത്തിൻ വാഹിദത്തിൻ ലഅജസു അൻഹു, സൃഷ്ടിക്കാൻ പറ്റൂല എന്ന് മാത്രമല്ല, ഒരു സെക്കൻഡിൽ ഭൂമിയിൽ വന്നു വീഴുന്ന മഴത്തുള്ളികളെ, അതിന്റെ എണ്ണം തിട്ടപ്പെടുത്താൻ പോലും, ഇത്ര തുള്ളികൾ ഈ ഒരു സെക്കൻഡിൽ വീണിട്ടുണ്ട് എന്ന് ആ എണ്ണം തിട്ടപ്പെടുത്താൻ പോലും മനുഷ്യന് കഴിയില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പാണ്, അള്ളാഹുവിന്റെ അത്ഭുതമാണ്. ഈ ഓരോ തുള്ളിയും അറിയിക്കുന്നത് ഈ ലോകത്തിന് സൃഷ്ടാവുണ്ട്. ആ റബ്ബിനനുസരിച്ചിട്ടാണ് ഓരോ തുള്ളിയും അത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മളോ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം നൽകി എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കണം എന്നല്ല. നമ്മുടെ മുമ്പിൽ രണ്ട് വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട്. ബുദ്ധിയുള്ളവർ ആ നല്ല വഴി, നന്മയുടെ വഴി, സ്വർഗത്തിലേക്കുള്ള വഴിയെ തെരഞ്ഞെടുക്കും, തിന്മയുടെ വഴിയിൽ നിന്ന് മാറി നിൽക്കും. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ സിസ്റ്റം മുഴുവൻ റഹ്മാനായ റബ്ബിന്റെ തീരുമാനം അനുസരിച്ച് പോവുകയാണ്. അള്ള പറഞ്ഞ വഴിയിലൂടെ, അള്ള പറഞ്ഞ റൂട്ടിലൂടെ മാത്രം സഞ്ചരിക്കുന്ന മഴത്തുള്ളികൾ, പ്രപഞ്ച സിസ്റ്റം മൊത്തം. അതിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താ? പടച്ചോനെ, റഹ്മാനായ റബ്ബിന്റെ സിസ്റ്റം അനുസരിച്ച് ഒക്കെ പോകുമ്പോ ഞാൻ എങ്ങനെയാണ് അവന്റെ കൽപ്പന ലംഘിക്കുക? എനിക്ക് എങ്ങനെയാണ് തിന്മ ചെയ്യാൻ പറ്റുക? അവൻ എന്നോട് നിർബന്ധമായി പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെ എനിക്ക് അവഗണിക്കാം സാധിക്കും? അതൊരിക്കലും എനിക്ക് പാടുള്ളതല്ല. അതുകൊണ്ട് ഞാനും മുസ്ലിമാകണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങിയവൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ പോലെ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിന് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മൾ കീഴൊതുങ്ങാത്ത റബ്ബിന്റെ കൽപ്പന ഏതാ? നമ്മൾ ആലോചിക്കുക. അള്ളാഹു വിരോധിച്ച ഏത് കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത് ഒഴിവാക്കാനുള്ള തിരിച്ചറിവാകണം മഴത്തുള്ളികൾ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തത്, ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണ് എന്നുള്ളത് മഴ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ശരിക്കാലോചിച്ചോളി, പരലോകമുണ്ടോ? കണ്ണടച്ച് മരണപ്പെട്ടാൽ കണ്ണു തുറക്കുന്ന പുതിയൊരു ലോകമുണ്ടോ? ഖബറിൽ ശിക്ഷയുണ്ടോ? സ്വർഗവും നരകവും വരാനുണ്ടോ?
ഷഫാഅത്തും വിചാരണയും മീസാനും സിറാത്തും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമോ? നമ്മുടെ മനസ്സിൽ പിശാച് ഡൗട്ട് ഉണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകമുണ്ട് എന്നതിന് പല തെളിവുകൾ പറഞ്ഞിടത്ത് ഖുർആൻ പ്രത്യേകം പല ഭാഗങ്ങളിൽ എടുത്തു പറഞ്ഞ ഉദാഹരണമാണ് മഴയുടെ ഉദാഹരണം. സൂറത്ത് ഫുസ്സിലത്തിലെ 39-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയണം, വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അന്നക തറൽ അർള ഖാശിഅ, ഭൂമി ഇങ്ങനെ ചത്ത് മരിച്ചു കിടക്കുന്ന ഭൂമിയെ നിനക്ക് കാണാം. ഫഇദാ അൻസൽനാ അലൈഹൽ മാ, അതിനു മുകളിൽ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ കൊണ്ടുവന്നപ്പോൾ, മഴ വർഷിപ്പിച്ചപ്പോൾ, ഇഹ്തസ്സത് വറബത്, അതിങ്ങനെ ഇളകാൻ തുടങ്ങി, അതിൽ നിന്ന് സസ്യങ്ങൾ മുളക്കാൻ തുടങ്ങി. വറബത്, അത് വളരാൻ തുടങ്ങി. ചത്തുകിടക്കുന്ന മരിച്ചു കിടക്കുന്ന ഭൂമിയിൽ വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പതിപ്പിച്ചപ്പോ ആ ഭൂമിക്ക് ജീവൻ ഉണ്ടാകാൻ തുടങ്ങി, അത് സസ്യങ്ങൾ മുളക്കാൻ തുടങ്ങി. എന്നിട്ട് അല്ലാഹു പറയണം, ഇന്നല്ലദീ അഹ്യാഹ ലമുഹ്യിൽ മൗത, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിക്ക് ജീവൻ നൽകിയ റബ്ബ് വിണ്ടുകീറി ഈ ഭൂമിയെ അതിൽ നിന്ന് ചത്തുകിടന്ന ഭൂമിയിൽ നിന്ന് സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ച റബ്ബ്, ആ റബ്ബില്ലേ ലമുഹ്യി അൽ മൗത, ആ റബ്ബാണ് മരണപ്പെട്ടവരെ ഖബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നത്. സുബ്ഹാനല്ലാഹ്, ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പൊ നമ്മളിങ്ങനെ മുറ്റത്തേക്ക് നോക്കുമ്പോ ആകാശത്ത് നിന്ന് വീഴുന്ന ഓരോ മഴത്തുള്ളികൾ, ഓരോ സസ്യങ്ങൾ മുളപ്പിച്ചു പൊന്തുന്നതെന്ന് നമ്മൾ കാണുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താ? പടച്ചോനെ, ഈ സസ്യങ്ങൾ മുളച്ചു പൊന്തിയതുപോലെ ഖബറുകളിൽ നിന്ന് ഞാൻ എണീറ്റു വരേണ്ടവനാണല്ലോ, എനിക്ക് രണ്ടാമതൊരു ജന്മമുണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ ഇനിയും ക്രമീകരണങ്ങളും എഡിറ്റിങ്ങുകളും വരുത്തേണ്ടതുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഭൂമി ലോകത്ത് കാണുന്ന കാഴ്ചകൾ, എല്ലാവരും കാണുന്ന കാഴ്ചകളൊക്കെ ഒന്നായിരിക്കും, പക്ഷേ ആ കാഴ്ചകൾക്ക് പിന്നിലുള്ള ചിന്ത, വിശ്വാസിയുടെ ചിന്തയും ശ്രദ്ധയില്ലാത്ത മുസ്ലിമിന്റെ ചിന്തയും രണ്ടും രണ്ടാണ്. മനസ്സിലായി? അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തത് റബ്ബിനെ അറിയിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കറക്റ്റ് സമയത്ത് കയറണേ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ റെക്കോർഡ് കേൾക്കുക. നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയതിന് ശേഷം പിന്നെയും പോയിന്റ് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ സമയം നഷ്ടം വരും. മൂന്നാമത്തത് തൗഹീദ് എന്നുള്ളതാണ്. മൂന്നാമത്തത് തൗഹീദ്. മഴ നമ്മളെ അറിയിക്കുന്ന ഏറ്റവും വലിയ പാഠം പറഞ്ഞാൽ തൗഹീദാണ്. മറ്റൊരു പാഠം നമുക്ക് നൽകുന്ന തിരിച്ചറിവ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, ആ റബ്ബിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എന്തെല്ലാം ആരാധനകളുണ്ടോ, എന്തെല്ലാം ആരാധനകളുടെ വ്യത്യസ്ത രൂപങ്ങളുണ്ടോ, അതൊക്കെ നമ്മൾ സമർപ്പിക്കേണ്ട ഒരിടം അതെവിടെ? അത് റബ്ബിന്റെ മുമ്പിൽ, അത് പടപ്പുകളുടെ മുമ്പിലല്ല. സൂറത്തു നംലിലെ 59-ാമത്തെ വചനം, 60-ാമത്തെ വചനം, അതങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിന്റെ മുമ്പും ശേഷമൊക്കെ അള്ളാഹു വ്യത്യസ്ത റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ സൂറത്തു നംലിലെ ഇതിന് തൊട്ട് മുമ്പുള്ളതും ശേഷമുള്ള വചനങ്ങളിലും. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്ന് പറയണം. എന്നിട്ട് ആ ദൃഷ്ടാന്തങ്ങളൊക്കെ പറയുമ്പോ
ആ വചനങ്ങളൊക്കെ അവസാനിപ്പിക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമാണ്, ഇലാഹും മഅല്ലാഹ്, അള്ളാന്റെ കൂടെ മറ്റൊരു ആരാധ്യനുണ്ടോ? അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കുന്നവർ, അള്ളാഹിനോട് മാത്രം പറയേണ്ട വേദനകൾ പടപ്പുകളോട് പറയുന്നവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തുന്ന ചോദ്യാണ്. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ, ഭൂമിയെ സൃഷ്ടിച്ചവൻ. വ അൻസല ലക്കും മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ബിഹി ഹദായിഖ ദാത ബഹ്ജത്തിൻ, ആകാശത്തിൽ നിന്ന് മഴ ഇറക്കി തന്നവൻ, വെള്ളം ഇറക്കി തന്നവൻ. ആ വെള്ളം നിമിത്തം, വെള്ളം മുഖേന ഭംഗിയുള്ള തോട്ടങ്ങളെ ഉൽപ്പാദിപ്പിച്ചവൻ. നാം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയണം, മാകാന ലക്കും അൻ തുംബിതു ഷജറഹ, നിങ്ങൾക്കൊരിക്കലും ആ മരങ്ങളെ, ആ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിങ്ങളല്ല ഉൽപ്പാദിപ്പിച്ചത്. ആകാശത്ത് നിന്ന് വെള്ളമിറക്കിയത് നിങ്ങളല്ല, അത് നാമാണ്. അതിനെ മുളപ്പിച്ചത് നിങ്ങളല്ല, അത് നാമാണ്. ആകാശത്തെ, ഭൂമിയെ സൃഷ്ടിച്ചത് അത് നിങ്ങളല്ല, അത് നാമാണ്. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളാണോ? നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്മാക്കളാണോ? നിങ്ങൾ ഭയങ്കര മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളാണോ? അവരൊന്നുമല്ല. ഇലാഹും അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടെ വല്ല ഇലാഹുമുണ്ടോ, ആരാധ്യനുമുണ്ടോ? ബൽഹും ഖൗമുൻ യഅദിലൂൻ, ആ ജനവിഭാഗം എന്ന് പറഞ്ഞാൽ തെറ്റിക്കപ്പെടുന്ന ജനവിഭാഗമാണ്. മനസ്സിലായോ? തെറ്റിക്കപ്പെടുന്ന ജനവിഭാഗം. അഥവാ ലോകത്ത് മഴ എന്നല്ല, എല്ലാം സൃഷ്ടിച്ചതും സംവിധാനിച്ചതും റഹ്മാനായ റബ്ബ് മാത്രം. ഒരു പടപ്പിന് പോലും അതിൽ റോളില്ല. അത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ അതിൽ റോളില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പ്രാർത്ഥിക്കാനും അവിടുത്തെ പോലും ആരാധിക്കാനും പാടില്ല. അവിടുത്തോട് പോലും സങ്കടം പറയാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ തൗഹീദ്. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുന്നത്, ഖുൽ, നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവരിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കൂല. അതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെയാണ് മഴയെ ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന്, മഴ എന്ന അത്ഭുതത്തെ മുന്നിൽ വെച്ചുകൊണ്ട്, ഇങ്ങനെ മഴ കൊണ്ടുവരാൻ വേറെ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ആ റബ്ബിനെ, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ, ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കിയ റബ്ബിനെ, അവനെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്. അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവനോട് മാത്രമാണ് നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ വേദനകൾ നിങ്ങൾ പറയേണ്ടത്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. മഹാനായ സയ്യിദ് ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കൊണ്ട് ഹുദൈബി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സുബ്ഹ് നമസ്കരിച്ചു. തലേ ദിവസം രാത്രി മഴ ഉണ്ടായിരുന്നു. അങ്ങനെ സുബഹിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബത്തിനോട് ചോദിക്കാണ്, ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, സഹാബത്തെ, നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്കറിയോ? അവര് പറഞ്ഞു, ഖാലു അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹും അവന്റെ റസൂലുമാണ് ഏറ്റവും അറിയുന്നവൻ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയ്യ് കിട്ടുന്നത് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം എന്നർത്ഥത്തിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ, ഇതാ ഇന്ന് രാവിലെയായപ്പോ എന്റെ അടിമകളിൽ ചില ആളുകൾ വിശ്വാസികളായി, ചില ആളുകൾ കാഫിറുകളായി, സത്യനിഷേധികളായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, അമ്മാ മൻ ഖാല മുതിർന ബിഫദ്ലില്ലാഹി വറഹ്മതി, ആരാണോ
മഴ ലഭിച്ചതിന് ശേഷം ഇങ്ങനെ പറയുന്നത് എന്താ പറയുന്നത്? മുത്തിർന, ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു, ബിഫദ്ലില്ല, അള്ളാന്റെ കാരുണ്യം കൊണ്ട്, അള്ളാന്റെ ഫضല് കൊണ്ട്, ഔദാര്യം കൊണ്ട്, വറഹ്മതിഹി, അവന്റെ കാരുണ്യം കൊണ്ട്. അതോ മഴ വർഷിച്ചു കഴിഞ്ഞാൽ, മഴ പെയ്തു തോർന്നാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. മഴയില്ല എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഗിത്ന, അല്ലാഹുമ്മ അഗിത്ന, അല്ലാഹുമ്മ അഗിത്ന, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ നൽകണേ, ഞങ്ങൾക്ക് മഴ നൽകണേ. ഇനി മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ ഉപകാരപ്രദമായ രീതിയിൽ പെയ്യിപ്പിക്കണേ, വർഷിപ്പിക്കണേ. ഇനി മഴ പെയ്ത് തോർന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണ പ്രാർത്ഥനയാണ് ഇവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുത്തിർന, ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു, ബിഫദ്ലില്ല, അള്ളാന്റെ ഔദാര്യം കൊണ്ട്, വഫ് റഹ്മതി, അവന്റെ കാരുണ്യം കൊണ്ടും. ഫദാലിക മുഅ്മിൻ, എന്നിട്ട് നബി പറയാണ് ഫദാലിക മുഅ്മിനും ബി, അവൻ എന്നിൽ വിശ്വസിച്ച വിശ്വാസിയാണ്, കാഫിറും ബിൽ കൗകബ്, അവൻ നക്ഷത്രങ്ങളിൽ അവിശ്വസിച്ചവനാണ്. എന്നാൽ വ അമ്മാ മൻ ഖാല മുത്തിർന ബിനൗഇ ബിനജ്ം കദ വകദ, ഇന്നാലിന്ന ഞാറ്റുവേലകൾ കൊണ്ടാണ്, ഇന്നാലിന്ന നക്ഷത്രങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത് എന്ന് പറയുന്ന ആളുകൾ, ഫദാലിക കാഫിറും ബി, അവൻ എന്നിൽ അവിശ്വസിച്ചവനാണ്. മുഅ്മിനും ബിൽ കൗകബ്, അവൻ നക്ഷത്രങ്ങളിലാണ് അവൻ എന്ത് ചെയ്തിട്ടുള്ളത്? വിശ്വസിച്ചിട്ടുള്ളത്. അഥവാ ഭൗതികമായ കാരണങ്ങളൊന്നല്ല, നമ്മള് അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് അർപ്പിക്കല്ല. നമ്മുടെ വിശ്വാസം എപ്പോഴും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനമാണ്. ഒക്കെ അള്ളാഹുവിലേക്കാണ് നമ്മൾ ചേർത്തി പറയേണ്ടത്. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ എനിക്ക് ഇന്ന കാര്യം, എന്റെ കച്ചവടത്തിൽ ഇങ്ങനെ ഇതുണ്ടായി, എന്റെ മക്കൾക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടി, ഒക്കെ ഞാൻ എന്റെ അധ്വാനം കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മൾ അതിന്റെ കാരണം ഭൗതികമായ കാരണം നമ്മൾ പറയുന്നുവെങ്കിലും അതിലാദ്യം നമ്മൾ പറയേണ്ടത് റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട്, അള്ളാനെ ചേർത്തിയിട്ടാണ് പിന്നെ നമ്മൾ ശേഷം കാരണം പറയണ. കുഴപ്പമില്ല. ചില ആളുകൾ അള്ളാനെ മറക്കും, വെറും കാരണങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയും. അത് വാക്കുകളിൽ വരുന്ന, പദങ്ങളിൽ വരുന്ന ഷിർക്കായിട്ടാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ വിശദീകരിച്ചിട്ടുള്ളത്. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് മഴ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം തൗഹീദാണ്. നാലാമത്തത് മഴ പ്രതീക്ഷയും ഭയവും നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. അല്ലെ, നമ്മൾ ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ വ തമഅ, അള്ളാന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ് യുരീകുമുൽ ബർഖ, അള്ളാഹ് ഇടിമിന്നലിനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് മാനസികാവസ്ഥ ഉണ്ട്, അല്ലെ? രണ്ട് മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഖൗഫൻ, ഒന്ന് പേടിയാണ്, വതമഅൻ, രണ്ടാമത്തത് നിങ്ങൾക്കുള്ള പ്രതീക്ഷയാണ്. അപ്പൊ നോക്കി, ശക്തമായ ഇടിവെട്ടുമ്പോ, മിന്നൽ കാണുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു ഭയം കടന്നു വരും. കാരണം ഇടിമിന്നലിൽ മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്, ഇടിമിന്നലേറ്റ് മരിച്ചു, നമ്മൾ പത്രത്തിൽ വായിക്കും. ശക്തമായി ഇടിവെട്ടുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഭയം കടന്നു വരും. അല്ലാഹു പറയുന്നത് നിങ്ങൾക്കൊരു ഭയമുണ്ട്, അവിടെ നിങ്ങൾക്കൊരു പ്രതീക്ഷയുമുണ്ട്. കാരണം മഴ വരാൻ പോവുകയാണ്, മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൂടില്ലാതാകുകയാണ്, വറ്റിയ കിണറുകളിൽ വീണ്ടും വെള്ളം വരാൻ തുടങ്ങുകയാണ്. വയുനസ്സിലു മിനസ്സമാഇ മാഅൻ, അല്ലാഹു ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി തരുന്നു. ഫയുഹീ ബിഹിൽ അർള ബഅദ മൗതിഹാ, ഭൂമിക്ക് അതു നിമിത്തം അല്ലാഹു ഭൂമിയെ ജീവിപ്പിക്കുന്നു. അതാദ്യം മരിച്ചു കിടക്കുകയായിരുന്നു, നിർജീവാവസ്ഥയിലായിരുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട്, വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതൊക്കെ ചിന്തിക്കാനാണ് റഹ്മാനായ റബ്ബ് പറയുന്നത്. അപ്പൊ പ്രതീക്ഷയോട്, ഒരേ പ്രതിഭാസം തന്നെ പ്രതീക്ഷ നൽകുന്നു, അതോടൊപ്പം ഭയം ഉണ്ടാക്കുന്നു. അതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഓരോ അത്ഭുതങ്ങൾ.
അവിടെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളുണ്ട്. ഇടിവെട്ടുമ്പോഴുള്ള പ്രാർത്ഥന, കാറ്റടിക്കുമ്പോഴുള്ള പ്രാർത്ഥന, ഞാൻ ഓരോന്ന് വിശദീകരിച്ചു പറയുന്നില്ല. അതൊക്കെ നമ്മൾ ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കാനും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള 1000 അവസരങ്ങളിലൂടെയാണ് ഓരോ ദിവസവും റഹ്മാനായ റബ്ബ് നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മളൊക്കെ എത്ര ചിന്തിക്കുന്നുണ്ട്? അങ്ങനെ ചിന്തിക്കുന്നവനാണ് ഉണർവോടുകൂടെ മുന്നോട്ട് പോകുന്ന വിശ്വാസി. അവന് നന്മകളിൽ മുന്നേറാൻ പറ്റും, അവന് ചിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് റബ്ബ് കൊടുക്കും. ഓക്കെ, 4 ക്ലിയർ ആണെങ്കിൽ 5 ടൈപ്പ് ചെയ്യാം. ഗുഡ് മാഷാഅല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. 5-മത്തേത് മഴ റബ്ബിന്റെ സൈന്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ അനുഗ്രഹമാക്കിയതുപോലെ തന്നെ ചില ജനവിഭാഗങ്ങളെ നശിപ്പിക്കാനുള്ള സൈന്യമാക്കി അള്ളാഹു മഴയെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആകാശം ഇരുണ്ട് മൂടുമ്പോ, മേഘം കാണുമ്പോ, കാറ്റടിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ ബേജാറോടെ ഭയപ്പാടോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും. എന്താ നബി ഞങ്ങൾ ഇങ്ങനെ ബേജാറാകുന്നതെന്ന് ഭാര്യമാര് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, ഇതുപോലെ ഇരുണ്ടുമൂടിയ ചില മേഘങ്ങളാണ് മുൻഗാമികളെ നശിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ പെയ്തിറങ്ങിയ ചില മഴയാണ് ചില മുൻ സമൂഹങ്ങളെ ഇല്ലാതാക്കിയത്. അത് പരീക്ഷണായിട്ടും വരും, ശിക്ഷയായിട്ടും വരും. ശിക്ഷയായി വന്നതിന്റെ ഉദാഹരണമാണ് മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷം പ്രബോധനം ചെയ്തു. സൂറത്ത് നൂഹിൽ അദ്ദേഹം തന്നെ പറയുന്ന വാചകമായി അല്ലാഹ് പറയുന്നുണ്ട്, അള്ളാഹുവേ, ഞാൻ അവരെ വിളിച്ചു ലൈലം വനഹാറ, പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ 950 വർഷം അള്ളാന്റെ ദീനിലേക്ക് അവരെ വിളിച്ചു. അള്ളാനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ വിരല് ചെവിയിൽ കുത്തിയിട്ട് അവര് നടന്നത്, അവര് കേട്ടില്ല. വളരെ കുറച്ച് ആളുകൾ, വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ സ്വീകരിച്ചുള്ളൂ. അതിനെ കുറിച്ചിട്ട് ഖുർആൻ പറയും, കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ ഫകദ്ദബു അബ്ദന വഖാലു മജ്നൂനൻ വസ്തുജിർ. ആ പ്രബോധനമായി വന്നപ്പോ അവര് പറഞ്ഞത് എന്താ? സ്വീകരിച്ചില്ല മാത്രല്ല, അദ്ദേഹത്തെ അവര് കളവാക്കി എന്ന് മാത്രല്ല, അവര് പറഞ്ഞു മജ്നൂൻ, ഭ്രാന്തനാണ് നൂഹ്. വസ്തുജിർ, അങ്ങനെ ആക്ഷേപിക്കാൻ തുടങ്ങി. അദ്ദേഹം ആക്ഷേപിക്കപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഫദആ റബ്ബഹു, 950 വർഷം പ്രബോധനം ചെയ്തിട്ടും മാറ്റമില്ലാത്ത സമൂഹത്തിന്, തന്നെ കളിയാക്കിയ, പരിഹസിച്ച, ആക്ഷേപിച്ച ആ സമൂഹത്തിന് ഒരു താക്കീതെന്നോണം അദ്ദേഹം പ്രാർത്ഥിച്ചു, അന്നി മഗ്ലൂബൻ ഫന്തസിർ. അല്ലാഹുവേ, ഞാൻ അവരെ കുറേ വിളിച്ചു റബ്ബേ, പക്ഷെ ഞാനിപ്പോ പരാജയപ്പെട്ടിരിക്കുകയാണ്, എന്നെ സഹായിക്കണേ. അള്ളാന്റെ മറുപടി, ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ, കുത്തിയൊലിക്കുന്ന വെള്ളം കൊണ്ട് ആകാശത്തിന്റെ കവാടങ്ങളെ നാം തുറന്നു കൊടുത്തു. വഫജ്ജർനൽ അർള ഉയൂനൻ, ഭൂമിയിൽ നിന്ന് ഉറവ് പൊട്ടാൻ തുടങ്ങി. അടുപ്പുകളിൽ നിന്ന്, തീ കൂട്ടുന്ന അടുപ്പുകളിൽ നിന്ന് വരെ വെള്ളത്തിന്റെ ഉറവ അത് വരാൻ തുടങ്ങി. ആകാശത്തു നിന്നും വെള്ളം, ഭൂമിയിൽ നിന്നും വെള്ളം. ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ, അല്ലാഹു നിശ്ചയിച്ച ഒരു കാര്യത്തിന് വേണ്ടി ആ വെള്ളമെല്ലാം ഒരുമിച്ചു കൂടി. വലിയ പ്രളയമുണ്ടായി. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമും വിശ്വാസികളും മാത്രം കപ്പലിൽ കയറി രക്ഷപ്പെട്ട് ബാക്കിയുള്ളവയെല്ലാം നശിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായത് മഴ കൊണ്ടാണ്.
അത് അള്ളാഹുവിന്റെ സൈന്യമാണ്. നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ പ്രളയമുണ്ടായ അല്ലെങ്കിൽ പ്രളയമുണ്ടാക്കിയ ദുരന്തം ഇപ്പോഴും നമ്മൾ മറന്നിട്ടില്ല. എത്രയെത്ര വീടുകളാണ് നശിച്ചു പോയത്, എത്രയെത്ര ജീവനുകളാണ് പൊലിഞ്ഞുപോയത്, എത്രയെത്ര കുടുംബങ്ങൾക്കാണ് പ്രിയപ്പെട്ടവരെ നഷ്ടമായത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണമാകാം, അല്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളെ സ്വീകരിക്കാതെ പോയതിന്റെ ശിക്ഷയുമാകാം. ഇതൊക്കെ നമുക്കുള്ള പാഠങ്ങളാണ്. മഴക്കാലത്ത് വരുന്ന രോഗങ്ങൾ അല്ലെ, ഒക്കെ നമുക്ക് റബ്ബിലേക്ക് അടുക്കാനുള്ള കാരണങ്ങളായി മാറണം, ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളായി മാറണം, കൂടുതൽ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാനുള്ള നിമിത്തമായി മാറണം. ആ വെള്ളമെങ്ങാനും ഇല്ലാതായാൽ സൂറത്ത് മുൽക്കിന്റെ എന്നും നമ്മൾ പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്ത് മുൽക്ക്. അതിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ല മനുഷ്യരെ, ഈ വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ ആരാ നിങ്ങൾക്ക് ശുദ്ധമായ തെളിനീരിനെ വെള്ളത്തെ കൊണ്ടുവന്ന് തരിക? വെള്ളം അങ്ങോട്ട് വറ്റിപ്പോയി, പിന്നെ എവിടുന്ന വെള്ളം കിട്ടുക? എവിടെ ചെന്നാലും വെള്ളമില്ലാത്ത അവസ്ഥ വന്നാൽ എന്തുമാത്രം പ്രയാസം ഉണ്ടാകും. മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, കുടിക്കുന്ന കുടിവെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉപ്പ് രസമുള്ളതാക്കി മാറ്റിയാൽ എന്താ ചെയ്യാ? നമുക്കൊന്നൊന്നും ചെയ്യാനില്ല. അത്രയും ദുർബലരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങാണ്ട് നശിച്ച മഴ നമ്മൾ പറയരുത്. അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹവും ഓരോ മഴത്തുള്ളിയും നമ്മോട് പരലോകത്തെ കുറിച്ച് സംസാരിക്കുകയാണ്, റബ്ബിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അത് കാതുകൊടുത്ത് നമ്മൾ കേൾക്കണം, അത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമായി അത് മാറണം. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അതിനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ ചോദിക്കണം. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ അപ്ഡേറ്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നാളെ രാത്രി ഇന്ത്യൻ സമയം രാത്രി 8:40 പ്രവാസ ലോകത്തെ കുടുംബസമേതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവര് മക്കളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് വേണ്ടി, രക്ഷിതാക്കൾക്ക് വേണ്ടി മാത്രം, പ്രവാസ ലോകത്ത് മക്കളോടൊപ്പം താമസിക്കുന്ന രക്ഷിതാക്കൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഗൾഫ് പാരന്റിംഗ് ട്രാൻസ്ഫോർമേഷൻ വെബിനാർ എന്ന പേരിൽ ഒരു പാരന്റിംഗ് വെബിനാർ ഇൻഷാ അല്ലാഹ് നാളെ രാത്രി നടത്തുന്നുണ്ട്. ഫ്രീ വെബിനാറാണ്. അപ്പൊ നമ്മള് ഓൾറെഡി നമ്മൾ ഗൾഫിൽ കുടുംബസമേതം താമസിക്കുന്ന ആളുകളാണെങ്കിൽ, വിദേശത്ത് കുടുംബസമേതം താമസിക്കുന്ന ആളുകളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നിർബന്ധമായും പങ്കെടുക്കാം. അതിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് നാളെ അതിന്റെ പോസ്റ്റ് വിടുമ്പോൾ അതിന്റെ കൂടെ അതിന്റെ ലിങ്ക് ഉണ്ടാകും, അതിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ പരിചയത്തിൽ അതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ, കുടുംബസമേതം താമസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പേഴ്സണലായിട്ട് ഒന്ന് അയച്ചു കൊടുക്കാൻ, മുസ്ലിങ്ങൾക്കാണ്, പേഴ്സണലായിട്ട് ഒന്ന് അയച്ചു കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ ശരിയായി മനസ്സിലാക്കാനും ഈമാനോടെ ജീവിക്കാനും അള്ളാഹുവിന്റെ സിട്ടിപ്പും അതുപോലെ തന്നെ അത്ഭുതങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. ഈമാനോടുകൂടെ ജീവിക്കാനും ഈമാനിലായി വിശ്വാസത്തിലായി മരണപ്പെടാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറകല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.